ഹായ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ച് ഒരുങ്ങുന്നത് വേറൊന്നുമല്ല. ഇന്ന് നല്ല ടെൻഷനുള്ള ദിവസം എനിക്ക് വേറെ. ആദ്യം തന്നെ ഭയങ്കര ടെൻഷനുണ്ട്. എന്താന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാ കുഞ്ഞൻ സ്കാൻ ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ സ്കാനിങ് ആണ് കേട്ടോ. അപ്പം നല്ല ടെൻഷനുണ്ട്. ഫസ്റ്റ് സ്കാനിങ് ആ എന്താണെന്നൊക്കെ അറിയണ്ടേ. എല്ലാം എന്താ എന്തോ പറയുന്നുണ്ട് അവൻ. വയറിൽ സ്കാൻ ചെയ്യുമെന്നാണ് ചോദിക്കണേ. സുന്ദരിയാ പ്രിന്റ് എടുക്കാൻ സ്കാൻ ചെയ്ത് പ്രിന്റ് എടുക്കാനാണോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. എടുത്തിട്ടാണ് വരാൻ പോകുന്നത്. പ്രിന്റിൽ കാണാൻ എന്തിട്ടാണെന്നുള്ളത്. അയ്യോ ടെൻഷനാവണേ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. ഞാൻ ഇന്നലെ പോയെടുത്ത ഡ്രസ്സാ. ഇന്നലെ നൈറ്റ് ഓടിപ്പോയെടുത്ത ഡ്രസ് അടിക്കുന്നത് 9:30 9:15 പോയെടുത്തതാണ് കേട്ടോ. വേറെ ഒന്നല്ല, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാന്ന് വെച്ച് സ്കാൻ ചെയ്യാൻ. ആദ്യത്തെ സ്കാനിങ് അല്ല, നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ പോവാന്ന് വെച്ച് ചെരുപ്പെടുത്ത് ഞാൻ കല്യാണത്തിന് അല്ല ഇതിക്ക് ചെരുപ്പെടുത്തിട്ട്. അത് വേറെ ഒന്നല്ല, ഞാൻ എപ്പോഴും ഇട്ട ഭയങ്കര ഹീൽസാ. ചെറിയ ഹീലൊന്നുമല്ല, ഇത്രയും ഹീൽസൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ. ഈ ടൈമിൽ ഹീൽസിനെ പേടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നോർമലി നടക്കുമ്പോൾ കാലിന് മടങ്ങും. വല്ല മടങ്ങി വീഴാൻ പോകണ്ടല്ലോ വെച്ചിട്ട് എന്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ 2 ദിവസം മുന്നേ പോയിട്ട് ഞാൻ ഇത്രയും വന്ന് ഹീൽസ് എടുത്ത്. ഹീൽസ് ഇട്ട് അറ്റൻഡിങ് ഹൈറ്റ് തോന്നും. അത്രയും വലുപ്പമുള്ള ഹീൽസ് വരെ ഞാൻ എടുത്തു വിടുന്നതായിരുന്നു. പിന്നെ അറിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതൊന്നും ഇട്ടില്ല. ആകെ ഒറ്റ ദിവസം ഞാൻ ആ ചെരുപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ പോയിട്ട് ഹീൽസ് ഇല്ലാത്തത് എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഹീൽസ് ഇട്ടിട്ട് അതില്ലെങ്കിൽ ഒരു വിഷമമാണ്. പിന്നെ എൻ്റെ അത്ര ഭയങ്കര ഹൈറ്റില്ലാത്ത കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഹീൽസ് ഇട്ടാലും ഞാൻ എന്തെങ്കിലും ഹൈറ്റുള്ള ആൾ തോന്നുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിയതായിട്ട് ഫീൽ ചെയ്യാറ്. അപ്പൊ ഞാൻ ഒരുങ്ങട്ടെ ഏട്ടാ. നമ്മളിന്ന് പോവാട്ടാ. പാക്കിങ് കൂടിയാണ്. ഡ്രസ്സൊക്കെ ഇങ്ങനെ അതെ എടുത്തിന് വെച്ചിട്ടുണ്ട്. എന്തിനിടാനുണ്ടോ ഡ്രസ്സിൽ? അപ്പോൾ വീട്ടിൽ നിന്ന് കയറ്റിയ പോലെ തന്നെ അതെ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കാട്ടാ. ഇനി കുറച്ച് സാധനങ്ങൾ കറ്റാണ്ട് റെഡി ആയില്ല. അങ്ങനെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ്. അപ്പം എനിക്കും ടെൻഷൻ ഉണ്ട് കേട്ടോ. ഈ ടെൻഷൻ കുഞ്ഞിനെ ഓർത്തിട്ടാണ്. ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി ഭയങ്കരമായിട്ട് ഒരു ഇതിലേക്ക് പോവാള്. അപ്പം നമ്മുടെ ടെൻഷൻ ഉണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ടൊക്കെ ചോദിക്കാം അയാൾ എന്തൊക്കെ വേണം എന്നുള്ളത്. കാരണം നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. അതിൻ്റെ ടെൻഷൻ കുറച്ച് യാത്ര കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചധികം വർക്കിൻ്റെ കാര്യത്തിനാണെങ്കിൽ അങ്ങോട്ട് നാളെ ഒറ്റക്കിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചധികം യാത്ര ഉണ്ടായി. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. എന്തായാലും ചോദിക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ, വീട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. യാത്ര ചെയ്യണോണ്ടൊക്കെ ചെറിയ ചെറിയ യാത്രകൾ നമുക്കിങ്ങനെ അവിടെ കൊടുങ്ങല്ലൂർ ഏരിയയിലാണെങ്കിലൊക്കെ അങ്ങനെ കേട്ടോ. എറണാകുളത്തേക്കൊന്നുമല്ല. അപ്പം അങ്ങനെ അയാളൊക്കെ ചോദിക്കണം. അപ്പം എന്തായാലും അവരൊക്കെ വിളിക്കട്ടെ. അവരൊക്കെ റെഡി ആവണുള്ളൂ. അത്യാവശ്യം കുറച്ച് ലേറ്റായി. അപ്പോൾ അവരൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ കാണാം. എടുക്കോ ഒന്നും എടുക്കാനില്ല. അമ്മക്കേ അവരോ എൻ്റെ കൂട്ടിപ്പൊന്നു കുണിക്കേ രസം കേട്ടോ. നല്ലോടുപ്പാ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. തേക്കണ്ടല്ലോ. പരിപാടി ഇതില് വേറെ എവിടെയാടി ചക്കമ്മ വയറ് പിടിച്ചേ. ചക്കമ്മടെ വേറെ പിടിച്ചേ. ഇതാണ് വേറ്. തിരിഞ്ഞിക്ക് ഇപ്പൊ കാണാതെ. ചക്കമ്മക്ക് അതേ കൂടുതൽ. പണ്ട് ഞാൻ ചക്കപ്പടം തന്നെയായിരുന്നു. വയറൊക്കെ ഉണ്ടമണിയായിരുന്നു ക്ഷീണിച്ചത് അല്ലേ ചക്കമ്മ? ഇതൊക്കെ ഒന്ന് നമ്മള് വിഷുവിനത്തെ ഡ്രസ്സല്ലത്.
എന്നെ വീഡിയോ എടുക്കുമ്പോ ഫുള്ള് മൈക്കിന്റെ എന്റെ പേരില് അല്ലാത്ത ദിവസം നേരത്തെ ഏട്ടൻ കുണുക്കനോട് വീഡിയോ എടുത്തിരുന്ന സമയത്ത് ചക്കമ്പന ഒരിക്കായിരുന്നു അപ്പൊ സൗണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. രസല്ലേ? രസ അയ്യോ പാലെടുത്തേക്കണല്ലോ. ചക്കു പാലെടുത്തിട്ട് വരുവടി. പാലെടുത്തിട്ട് എന്നിട്ട് കുണിക്ക് ഇതായിരിക്കണം. എത്തുമോ നിനക്ക്? സ്കാനിങ്ങിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പം എൻ്റെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കണ കാരണം പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോയിലേക്കൊന്നും അധികം നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അവിടെ എത്തുമ്പോൾ സാധാരണ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറും. പിന്നെ എൻ്റെ ഫേസൊക്കെ മാറും. വീട്ടിൽ നിന്ന് പോണ പോലത്തെ ഒരു ലുക്കേ അല്ലായിരിക്കും. പിന്നെ നല്ല വെയിലുണ്ടായിട്ട് അത് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവരും ഇറങ്ങണം. അപ്പം അമ്മ എന്നോട് എന്തോ ചോദിക്കാനായിട്ട്, എന്തിനാ നീ ടെൻഷൻ അടിക്കണേ ചോദിക്കുക. അപ്പോൾ എന്താ പ്രസവിക്കുകയും ചെയ്യാമെന്നൊക്കെയാണ് അമ്മ എന്നോട് ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വരെ മതി. ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഏട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ടെൻഷൻ അടിക്കുന്ന ആൾ തന്നെയാണ്. എൻ്റെ മുഖത്തിൻ്റെ ആയിട്ട് കൂടുതൽ ടെൻഷൻ ഏട്ടനാണ്. ആദ്യത്തെ സ്കാനിങ് ആയതിൻ്റെ അതിൻ്റേതായ ടെൻഷൻസൊക്കെ ഉണ്ടായി. പിന്നെ അത് ആ വെയിറ്റ് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയി. പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട് പ്രഷർ കൂടുതൽ ഉണ്ടാവുമെന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ പോകുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നോർമലായിരിക്കും. അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. പിന്നെ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടായി. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കണക്കാണ്. അത്രയും ദിവസമായി സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അത് അവരങ്ങനെ ചെയ്യാൻ. അപ്പോൾ കാർത്തൂനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി, ഇന്നെന്താ കാർത്തു വന്നില്ലേന്ന്. ആ ചേച്ചിയും കാർത്തു ഭയങ്കര കമ്പനിയാണ്. ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കാർത്തു വന്നില്ലെന്നാണ് കേട്ടോ. സാധാരണ കാർത്തു വരാറുണ്ട്. അന്നത്തെ ദിവസം പൊന്നേച്ചി വയ്യാത്തന്നെ വന്നിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് റൂമിലേക്കൊക്കെ പോവാണ്. അപ്പോഴേക്കും ഡോക്ടർ എന്തോ വേറൊരു പ്രസവത്തിൻ്റെ കേസിനായി കയറിയ കാരണം തന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിട്ട്. അപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ്. പിന്നെ എന്തോ ഫോമൊക്കെ ഉണ്ടായി, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുക. അപ്പം അച്ഛനമ്മയൊക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ സ്കാനിങ്ങിന് വിളിച്ചു. അപ്പം ഞങ്ങൾ അങ്ങനെ സ്കാനിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങിന് ഞാൻ കയറിയ ടൈമിലാണ് ഏട്ടത് എടുത്തതെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് തന്നെ എൻ്റെ ഡോക്ടർ തന്നെയാണ് എന്നെ സ്കാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡോക്ടർ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബേബി ഹെൽത്തിയാണ് ആണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. പിന്നെ ഏട്ടന് ഡോക്ടർ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അധികം ഇതാവാത്തതുകൊണ്ട് തന്നെ ഹാർട്ട് ബീറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു, എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ ഡോക്ടർ ഹാപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കും ഭയങ്കര സമാധാനമായി. അപ്പോൾ ഏട്ടനും എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് ഞങ്ങൾ കഴിക്കാനുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പിന്നെ അടുത്ത സ്കാനിങ്ങിന് വരേണ്ട സമയവും കാര്യങ്ങളൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ട് അച്ഛനും കൂടി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അമ്മയും ഏട്ടനും കൂടിയിട്ട്. അപ്പം അച്ഛനിങ്ങനെ പറഞ്ഞ് അമ്മ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മരുന്നൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു. അപ്പം എന്തോ ഞാൻ ഇതിനൊക്കെ കുറിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പം സമാധാനമായില്ലെന്നാണ് അമ്മ ചോദിക്കുന്നത്, എന്തിനാണ് വെറുതെ ഇത്ര നേരം ടെൻഷൻ അടിച്ചതെന്നൊക്കെ. പിന്നെ എനിക്ക് ക്ഷീണമുള്ള കാരണം ഞാൻ വേഗം അവിടെ കയറി ഇരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോവുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്ലാനിങ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഏട്ടനും വേറെ ക്യാമറ കടയിലും കാര്യങ്ങളൊക്കെ കയറാനുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഈ ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് എടുത്തു കേട്ടോ. ഇത്ര ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, എങ്ങോട്ടും പോകാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് ആ കടയിലത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ചായയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ ചായ മാത്രമേ കഴിച്ചുള്ളൂ എന്ന് തോന്നുന്നു, പഴംപൊരി ഒന്നും കഴിച്ചില്ല എന്ന് തോന്നുന്നു. എനിക്ക് വലിയ വിശപ്പുണ്ടായില്ല. പിന്നെ ദോശ പറഞ്ഞിട്ടുണ്ടായി, അത് ഞാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളായി പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ബനിയൻ്റെ സൈസുകൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാ ഞങ്ങൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാണ്ട്. ഇപ്പം എൻ്റെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് വന്നത്, എന്താ ചേച്ചി വീഡിയോ ഇടാത്തതെന്നൊക്കെ വെച്ചിട്ട്. ഞാൻ ഇന്ന് എടുത്ത് നോക്കിയത്, ഞാൻ അതിന് ഇൻസ്റ്റയും കാര്യങ്ങളും മെസ്സേജും ഒന്നും എടുത്ത് നോക്കിയിട്ടുണ്ടായില്ല കേട്ടോ. സത്യം പറഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ക്ഷീണത്തിൽ കെടുപ്പായിരുന്നു അല്ലേ? ഒരാഴ്ചയായിട്ട് ഞാൻ കെടുപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ തൊട്ടിട്ടാണ് ഒന്ന് എണീച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഇനി ഇവിടെ വന്ന് കിടക്കാന്ന് വെച്ചിട്ട്. എന്താ വെച്ചാൽ 2 ദിവസം ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വെച്ചു. എനിക്കായാലും എനിക്ക് നടക്കാനുള്ള ആരോഗ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, തീരെ വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിട്ട്, എന്താണ് വീഡിയോസ് ഇടാത്ത കാര്യങ്ങൾ. ആരോഗ്യ പ്രശ്നം തന്നെയാണ്, വേറെ ഒന്നല്ല, ഛർദി. സത്യം പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഇത്ര ഛർദി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ പൊന്നേച്ചിയിൽ ഞാൻ അങ്ങനെ ഛർദി കണ്ടില്ല. പിന്നെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നെയും പൊന്നേച്ചിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മയ്ക്ക് നല്ല ഛർദി ഉണ്ടായിരുന്നു. കുണുക്കിലും ഉണ്ടെങ്കിലും അമ്മ രാത്രി അങ്ങനെയൊക്കെ ഛർദിക്കാറ്. എനിക്കെന്ന് വെച്ചാൽ തോന്നുന്നു സ്കാനിങ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം തൊട്ടല്ലേ
സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇട്ടിട്ട് സ്കാനിങ്ങിന് പോകുമ്പോഴേക്കും വലിയ ഫുഡിനോട് ആവശ്യമില്ലായ്മയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായി. സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എന്ത് കഴിച്ചാലും പച്ചവെള്ളം കുടിച്ചാൽ പോലും ഇപ്പുറത്തൊന്നും ഛർദിക്കലായിരുന്നു. ആലോചിക്കുമ്പോ തന്നെ വയ്യാട്ടോ. അയ്യോ വേറെ ഒന്നല്ല, അന്ന് ഒരു ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വീഡിയോ കാണാം. വീഡിയോ ഉണ്ട്, നിങ്ങൾ വാ, അപ്പൊ മനസ്സിലാവും. എന്താ ഒരു മണിക്ക് കുഞ്ഞ് ടെൻഷൻ തന്ന്. കുഞ്ഞനല്ല കുഞ്ഞ് ട്രിപ്പൊക്കെ കിട്ടപ്പോ സമാധാനായി. പിന്നെ ഇവിടെ ഇങ്ങനെ പ്രഗ്നൻസി മാത്രമുള്ളതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. സുഖമായിട്ട് അതെ. ഞാൻ ആദ്യമായിട്ട് രാത്രി 11 മണിക്ക് സ്കാൻ ചെയ്യണത്. ഇരിക്കാതെ വിശന്നിട്ടും വയ്യ, ഇപ്പാണ് വിശക്കണത്. ട്രിപ്പിട്ടെന്ന് പറഞ്ഞ് ഉറക്കം വന്നില്ല, ഇപ്പൊ ഉറക്കം വന്നില്ല. ഇതായിരുന്നു അവസ്ഥ ഹോസ്പിറ്റല് കാര്യങ്ങള്. വേറൊന്നല്ല, എന്താ വെച്ചാൽ എനിക്ക് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കായിരുന്നു. ഇത് നിൽക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രിപ്പ് ഇടാൻ പോവല് കാര്യങ്ങളാണ്. ഇപ്പൊ സ്കാനിങ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മേളിലായിട്ടാ. സ്കാനിങ്ങിന് അന്ന് തന്നെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ സെറ്റ്. ഫുഡിൻ്റെ കാര്യം പറയട്ടാ. നമ്മൾ ഒരാഴ്ചയിൽ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയമാണ്. ഞാനും വിചാരിച്ചു അന്ന് വേറെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ഒരു രീതിയിലും പ്രഗ്നൻ്റ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, തലക്കറക്കം ഉണ്ടായല്ലോ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് വീഡിയോ ഇടാന്ന്. പിന്നീട് അങ്ങോട്ട് ഞാൻ വിചാരിച്ചിട്ട് ഏട്ടൻ വിചാരിച്ചിട്ടും ലെവൽ ഫുള്ള് മാറി. ഛർദി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഛർദിയാണ് കേട്ടാ. അത് എനിക്കെന്ന് വെച്ചാൽ ഛർദിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ പണ്ട് അവൻ്റെ മുടിയണ്ട സൈക്കിൾ ഓട്ടി ക്ഷീണിച്ചെടുക്കുന്ന കേട്ടാ. വെക്കേഷൻ കഴിയാറില്ല, 6 മാസത്തിലാണ്. അപ്പം എൻ്റെ ഛർദി എന്ന് പറഞ്ഞാൽ ഈ എന്ത് കഴിക്കുമ്പോഴും ഛർദിക്കണം. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരിന് ഛർദിച്ച് അപ്പം തന്നെ ഫുഡ് കഴിക്കും. എനിക്ക് പക്ഷെ അത് പറ്റൂല, ഛർദിച്ച ഫുഡേ കാണാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഞാൻ തളർന്നു. കേണിച്ചിങ്ങനെ കട്ടിലും ഇരിക്കാനുള്ള ഒരു ആരോഗ്യം പോലും ഉണ്ടായില്ല. ഏട്ടനും വിഷമായിരുന്നു എന്നെ കാണുമ്പോൾ. എന്താ കുഞ്ഞിങ്ങനെ എന്താ ചേട്ടനെയും കണ്ട് ശീലല്ലേ, ഞാനും ഇത്ര ഛർദി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഏട്ടൻ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വായിൽ വെച്ച് കൊണ്ട് വെക്കും ഛർദിക്കും. അയ്യോ ഒടുക്കത്തെ ഒരു ക്ഷീണവും വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ തൽക്കാലത്തിനൊന്നും വോമിറ്റിങ്ങിന് ഇതാവാനുള്ള പ്രഗ്നൻസി ടൈമിൽ കൊടുക്കണ ഒരു മെഡിസിൻ തന്നപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അതിൻ്റെ ഇടയിലും വേറെ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ സ്പോട്ടിങ് പോലെയൊക്കെ കണ്ടിട്ടും പേടിച്ച് നമ്മൾ ഹോസ്പിറ്റൽ പോകും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. നമ്മൾ ഇതിനെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ പറയും, നിങ്ങൾക്ക് ഇതിനെ പറയില്ലേ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇത്ര അസുഖങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കില്ല. ഞാൻ വിചാരിച്ചേ ഈ പ്രഗ്നൻസി ടൈം ആയാലും വീഡിയോസ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത്. ഏട്ടൻ പറഞ്ഞിട്ടോ ഒറ്റയ്ക്ക് എടുക്കാൻ പറഞ്ഞാൽ എന്തിനാ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്കും ഞാൻ കുറേ ദിവസമായാലും വീഡിയോയിൽ വന്നിട്ട് അത് നമുക്ക് ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം നീട്ടി കൊണ്ടുപോയത്. എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ വിഷമമാണ്. വേറെ ഒന്നല്ല വിഷമം, നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുള്ള് ചിറ്റ് ഫുഡ് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു, കെയറിങ്, ഇത് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് നടക്കണു, അതൊക്കെയായിരുന്നു നമ്മുടെ ചിന്തയിൽ. പക്ഷെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു ഇന്നലെ വരെ. അയ്യോ അമ്മ ഒക്കെ ഏട്ടൻ നേരിട്ടിട്ടും അമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയും എന്താണ് മുഖം ഇങ്ങനെയെന്ന്. എന്താ വെച്ചാൽ ഇത് ഛർദിച്ചിട്ട് മുഖം വീർത്തിരിക്കുന്നു. ഓക്കാനിച്ചറി എനിക്ക് വയ്യാണ്ടായി. അതും ഓക്കാനിക്കാൻ മാത്രമല്ല ഒക്കെ ഛർദിച്ച് പോവായിരുന്നു. ഞാൻ എന്തൊക്കെ ORS അതൊക്കെ കുടിച്ചിട്ടാണ് ഒന്ന് എണിച്ചിരുന്നിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ നല്ലതാ. പലർക്കും പല രീതിയിലായിരിക്കാം. ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ഛർദിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും
ഇത്രയ്ക്കങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. എനിക്ക് സങ്കടവും കരച്ചിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിട്ടാ. ഫുഡ് നല്ലത് കഴിക്കാൻ പറ്റണില്ല. പിന്നെ ഉണ്ണി വളർച്ച ഉണ്ടാവില്ല. ഇനി അടുത്ത സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ അടുത്തൊരു സ്കാനിങ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഡേറ്റ് അറിയാനുള്ള സ്കാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനും പേടി, സ്കാനിങ് ആകുമ്പോഴേക്കും ഉണ്ണി വളർച്ച ഉണ്ടാവില്ല. ഏട്ടനും പേടി, എനിക്കും പേടി. ടെൻഷനായിരുന്നു. എന്താ വെച്ചാൽ ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. അല്ല പ്രഗ്നൻസിയിൽ അമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയും 6, 7, 8 നേരം ഫുഡ് കഴിക്കണം. 6 നേരം പോയിട്ട് 3 നേരം മര്യാദയ്ക്കുള്ളിൽ എനിക്ക് പോയിരുന്നില്ല. കരിക്ക് വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കല് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇവിടെ എത്തിയപ്പോൾ ഇന്നലെ ഒട്ട് കുഴപ്പമില്ല. ഇന്നലെ ഒട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒന്ന് ശരിയായി വന്നു. ഹോമിലി ഫുഡൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാലോ. ഇല്ല, ഇന്നലെ ഒട്ട് ഒന്നിക്ക് തോന്നുന്നു മരുന്ന് കഴിച്ചപ്പോൾ നോക്കിയതാ. എന്ത് ഫുഡായാലും എനിക്ക് കണ്ടുകൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇന്ന് ഇപ്പം രാവിലെ ആയാലും മെഡിസിൻ കഴിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഇത്. പക്ഷേ ആരോഗ്യം ഉണ്ടായില്ലേ, എനിക്കാനുള്ളൊരു ക്ഷീണം തലകറക്കുണ്ടായി. ഇന്നൊക്കെ അതൊരു കുറവുണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ എനിക്ക് കുളിക്കാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണ്. അമ്മയ്ക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര നിർബന്ധം. രാവിലെ എനിക്കും കുളിക്കണം. അമ്മ രാവിലെ കുണുക്കിനെ കൊട്ടിന് കൊണ്ടുപോയ സമയം തൊട്ട് എന്നെ വിളിക്കുന്നതാ. ഞാനൊരു 8 മണി 9 മണി വരെ കിടന്നുറങ്ങി. എന്നിട്ട് എണിച്ചിട്ട് കുളിച്ചിട്ടാ. ഇവനാണെങ്കിലോ നേരത്തെ കുളിക്കും കുണുക്കൻ. അപ്പം അവന് നിർബന്ധം കുളിക്കുന്ന പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒരു ഉഷാറായി. പിന്നെ ഞാൻ ഒരുങ്ങാണ്ടൊക്കെ നടക്കാൻ. അപ്പം അമ്മ തന്നെ വന്ന് കുറിയും തൊട്ട് സിന്ദൂരിട്ടന്ന് പൊട്ടൊക്കെ തൊട്ടന്ന്. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ രാവിലെ എനിക്ക് കുളിച്ച് വൃത്തിയിലൊക്കെ നടക്കണം എന്നുള്ള ചിന്തയുള്ള ആളാണ് കേട്ടാ. പക്ഷെ എനിക്ക് വയ്യാത്തോണ്ടാണ്. അല്ലെങ്കിൽ അവിടെ വന്ന് എന്റെ അനിയൻ അവിടെ കുടിക്കും എന്തോ ഭയങ്കര കുരുത്തക്കേടിലാണ്. രാവിലെ 7 മണിയാകുമ്പോഴേക്കും കൊട്ടിന് പോകട്ടെ. രാവിലെ കൊട്ട് ചെണ്ട പഠിക്കുന്നത് അത് 7 മണിക്ക് പോകും. അപ്പം അവനായോണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നണ 1 മണിക്ക് കിടന്നാലും രാവിലെ അമ്മ വിളിച്ച് എനിക്ക് പോയി കുളിച്ച് പോകണ്ടേ. അവൻ പോവും. അവനങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. ചക്കൻ ഭയങ്കര കുരുത്തക്കേടില്ല. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം എന്താന്ന് നോക്കാൻ. അമ്മ അച്ഛനും ഇവിടെ ഇല്ല. അച്ഛനും അമ്മയും പുറത്തേക്ക് പോയിക്കാൻ സൗണ്ട് ഉണ്ടാവും. അച്ഛനും അമ്മയും അപ്പുറത്ത് വീട്ടില് പണി നടക്കേണ്ടത്. അതിന്റെയൊക്കെയാണ്. അമ്മ അച്ഛനും പുറത്ത് പോയി. കാരണം ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതാണ് കുണുക്കനും കുണിക്കും കുറുമ്പ്. കുണുക്കന് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അവന് പണ്ടുണ്ടായ സൈക്കിളാട്ടോ. അത് പിന്നെ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ഇരിക്കായിരുന്നു. അത് ചേട്ടൻ വരുമ്പോഴേക്കും അവൻ ശരിയാക്കി കൊടുക്കുന്നതാ, വേറെ ഒന്നല്ല. അമ്മയും പറഞ്ഞ സൈക്കിള് ശരിയാക്കി കൊടുത്ത് പറഞ്ഞ ഞാൻ അച്ഛനെ കാണാൻ കിട്ടൂല. വേറെ ഒന്നല്ല, സൈക്കിള് ഇപ്പൊ ഓടിക്കായാലും ഞങ്ങൾ ആരാണ് അവന്റെ കൂടെ പോയിരിക്കില്ലേ. ഏട്ടൻ പക്ഷെ അങ്ങനെയല്ലേ, 24 മണിക്കൂർ അവരെ കൂടെ ഇരിക്കും. സ്പൈഡർമാൻ്റെ തൊപ്പിയിട്ടിട്ട് ഇത്ര നേരം അങ്ങനെ നടന്നത് അല്ലേട്ടാ. ഏട്ടാ അപ്പൊ കുട്ടിക്കാലത്തേക്ക് എത്തും. പഴയ കാലത്തിലേക്ക് പോകും. എന്തായിരുന്നു എന്റെ ക്ഷീണത്തിനെ കുറിച്ച് പറയാനുള്ള? ക്ഷീണത്തെ കുറിച്ച് പറയാനുള്ളത് വിഷമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ നോക്കി പരമാവധി. അതല്ല ഏട്ടന് പ്രശ്നം, ഞാൻ പറഞ്ഞതാ. ഏട്ടന് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആരോഗ്യമില്ലാണ്ട് ഇതൊക്കെ എടുക്കണാണ് ഏട്ടന് പേടി. ഇനി എന്തെങ്കിലും വയ്യാണ്ടാവോ ബുദ്ധിമുട്ടാവോ അങ്ങനെ. ഏട്ടൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയാ. വെച്ചാൽ വേറെ ആരും ഇല്ലല്ലോ ഒന്ന് ചോദിക്കാനോ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ടെൻഷനായിരുന്നു അല്ലേ. കൂടുതൽ നോക്കാനല്ല എല്ലാം കാര്യങ്ങളെങ്കിൽ ചെയ്തു തന്നിരുന്നു. പക്ഷെ അതായിരുന്നു ടെൻഷൻ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്റെ ഒരു ഡാമി ലൈഫ് എടുത്തിട്ടാലും ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അടിച്ചു കാര്യമിടാ. ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ വീഡിയോയില്. ഒരു കാര്യം ഏട്ടൻ ഇതൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനും പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ഇപ്പൊ പക്ഷെ പറയാനുള്ള വോയിസും ഇല്ല, ചെയ്യാനുള്ള ആരോഗ്യമില്ല. ഭയങ്കര ഇതാ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ടൈമില് ഇപ്പൊ കൊച്ചു തീരുമാനിക്കണ പോലെയാണ്. എനിക്ക് ചായ അങ്ങോട്ട് എത്തിക്കണം, ഞാൻ അങ്ങോട്ട് വരില്ല. ഇപ്പൊ എനിക്കൊരു പ്രശ്നം വേറെ ഉണ്ട്. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ചയായിട്ട് ഹോട്ടലിൽ കേറിയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചായ കുടിക്കണം എന്ന് വെച്ചാൽ പോലും അവിടെ കയറാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ പല ഫുഡിന്റെ സ്മെല്ലാ. അപ്പൊ എനിക്ക് ഓക്കാനും തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കയറി ഓക്കാനിക്കുമ്പോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഊട്ടുപുരയെല്ലാം അങ്ങോട്ട് കയറിയതാന്ന് തോന്നുന്നു, എറണാകുളത്ത്. പിന്നെ അന്ന് എനിക്ക് അവിടെ വെച്ചിട്ട് ഭയങ്കര ഛർദ്ദിക്കാൻ തോന്നും. അപ്പൊ എനിക്കൊരു വിഷമം എന്താ വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ വല്ല ഓക്കാനിക്കണാണ്ട് ഞാൻ അവർക്കും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത കാര്യം. ഇന്നലെ ഞങ്ങൾ വരുമ്പോ ചായ കുടിക്കാൻ ഞാൻ ബാംഗ്ലൂരിൽ നിർത്തിയപ്പോ ഞാൻ ഏട്ടനോട് പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ വണ്ടിയിൽ ഇരിക്കുള്ളൂ. എന്നിട്ട് ഏട്ടൻ വണ്ടിയിലേക്ക് വാങ്ങി കൊണ്ടുവരേണ്ടി വന്നിട്ട്. അപ്പോൾ ചായക്കട തട്ടുകടയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വണ്ടിക്ക് വാങ്ങാൻ. ഇപ്പോൾ അവിടെ നിന്ന് ഗ്ലാസ്സൊക്കെ എടുത്ത് വാങ്ങി കൊടുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ 3-ാമത്തെ 4-ാമത്തെ തട്ടിട്ട് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോന് ഒരു ഐശ്വര്യമില്ല.
സ്പേസ് തീരെ കട്ട് ചെയ്യുക ബുദ്ധിമുട്ടായിട്ട് ഇരിക്കണം. എനിക്ക് പല ഉറക്കം വന്നു തുടങ്ങി. ആ എനർജി അങ്ങോട്ട് പോയില്ലേ സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഞാനിങ്ങനെ മറ്റേ സെൽവില് അമ്പി അന്യനൊക്കെ ആവില്ലേ അതേപോലെ ചേഞ്ച്. ഇന്നലെ ഞാൻ കുളിച്ചിട്ട് വരാൻ വേണ്ടി നിൽക്കട്ടെ, അപ്പൊ അതുവരെ നല്ല ഉഷാറൊക്കെ നിൽക്കുന്നു. വന്നത് ക്ഷീണിച്ചെനൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ചെവി അടങ്ങുന്നുണ്ട്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പണി നടക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുമോന്ന് അറിയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അല്ലേ. സ്കാനിങ്ങിന്റെ വീഡിയോ ആണ്. സ്കാനിങ്ങിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്കാനിങ്ങിന്റെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോൾ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നല്ല ഓരോ ദിവസം ഭയങ്കര പുതുമയാണ്. പിന്നെ എല്ലാവരും പറയണതൊക്കെ ചിലര് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്തുകളൊന്നും വലിയ സുഖമുള്ള സമയമല്ലായിരുന്നു. അതേപോലെ എനിക്കും ഇപ്പൊ ഒരാഴ്ച വലിയ സുഖമുള്ള സമയമല്ല. പിന്നെ ഇതൊക്കെ മാറുമെന്ന് വിചാരിക്കാം. അമ്മേനെ പറയാണ്ടേ അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറുന്നൊക്കെ. അപ്പൊ അതൊക്കെ വിചാരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതാ. മൂക്കൊക്കെ അടങ്ങി എന്തായിട്ടൊന്നും ഉണ്ടായിരുന്ന കുറെ ദിവസമായിട്ട് വീഡിയോ എടുക്കാൻ അതിന്റെ ഒരു ഫ്ലോ ആയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് നേരം ഇവിടുത്തെ ഡയമണ്ട് ലൈഫ് ആയിരിക്കും മിക്കവാറും. എന്റെ ഫുഡ് ഒരു ദിവസം ഞാൻ എത്ര നേരം ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.